പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും, പക്ഷേ റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറന്നു പോവുക. ചോദിച്ച ചോദ്യം തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാ ഓർമ്മക്കുറവും ഡിമെൻഷ്യ അല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഡിമെൻഷ്യ എന്ന രോഗത്തെക്കുറിച്ചാണ്. ചിന്ത, യുക്തി, വ്യക്തിത്വം, പെരുമാറ്റം, മാനസികാരോഗ്യം, ഓർമ്മ എന്നീ വിഷയങ്ങളിലുണ്ടാകുന്ന വ്യതിയാനത്തിനെയാണ് ഡിമെൻഷ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സാധാരണയായിട്ട് ഡിമെൻഷ്യ പ്രായമുള്ളവരിലാണ് കാണുന്നത്. ഒരു 85 വയസ്സിന് മുകളിലുള്ള 50% പേർക്കും ഡിമെൻഷ്യ ഉണ്ട് എന്നുള്ളതാണ് കണക്കുകൾ. 65 വയസ്സിന് മുകളിലുള്ള ഒരു 5 തൊട്ട് 8% പേർക്ക് വരെ ഡിമെൻഷ്യ കാണപ്പെടുന്നു. അതിൽ ഓരോ 5 വർഷം കൂടുമ്പോഴും ഈ നമ്പേഴ്സ് ഇരട്ടിയാവുന്നു എന്നുള്ളതാണ് കണക്കുകൾ കാട്ടുന്നത്. ഡിമെൻഷ്യ പ്രധാനമായും 3 തരംതിരിക്കാം. അത് പ്രൈമറി ഡിമെൻഷ്യ, അതായത് ഡിമെൻഷ്യ പ്രൈമറി ഡിസീസായിട്ട് വരുന്ന അസുഖങ്ങൾ. അൽഷൈമേഴ്സ് ഡിമെൻഷ്യ, ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ, മിക്സ്ഡ് ഡിമെൻഷ്യ എല്ലാം ഇവയിൽ പെടുന്നു. രണ്ടാമത് സെക്കൻഡറി ഡിമെൻഷ്യ. സെക്കൻഡറി ഡിമെൻഷ്യ എന്നാൽ മറ്റെന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അത് മൂർച്ഛിക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ ഡിമെൻഷ്യ ഉണ്ടാകുന്നത്. പാർക്കിൻസൺസ് ഡിസീസ് അഡ്വാൻസ്ഡ് ആകുമ്പോൾ അതിലുണ്ടാകുന്ന ഡിമെൻഷ്യ, അടിക്കടി സ്ട്രോക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഡിമെൻഷ്യ, അതെല്ലാം സെക്കൻഡറി കാറ്റഗറിയിൽ പെടുന്നു. മൂന്നാമതുള്ളതാണ് റിവേഴ്സിബിൾ ഡിമെൻഷ്യ. റിവേഴ്സിബിൾ ഡിമെൻഷ്യ എന്നാൽ തിരുത്താൻ പറ്റുന്ന കാരണങ്ങളെ കൊണ്ടുണ്ടാകുന്ന ഡിമെൻഷ്യ. അതിൽ പെടുന്നതാണ് വിറ്റമിൻ ഡെഫിഷ്യൻസീസ്, അതായത് B12 ഡെഫിഷ്യൻസി, പിന്നെ എൻഡോക്രൈൻ ഇഷ്യൂസ്, പാരാതൈറോയ്ഡ് ഹോർമോണിൻ്റെ ഇഷ്യൂസ് എല്ലാം അതിൽ പെടുന്നു. അതുകൂടാതെ NPH അഥവാ നോർമൽ പ്രഷർ ഹൈഡ്രോസെഫാലസ്, തലച്ചോറിനുള്ളിൽ വെൻട്രിക്കിൾസിനുള്ളിലുള്ള CSF ഫ്ലൂയിഡിൻ്റെ അളവ് കുറച്ചധികം കൂടുന്നതിനെ കൊണ്ടുണ്ടാകുന്ന ഡിമെൻഷ്യ. ഇതെല്ലാം ട്രീറ്റബിൾ കാറ്റഗറിയാണ്. ഇനി പ്രധാന രോഗലക്ഷണങ്ങൾ: ഓർമ്മക്കുറവ്, അതായത് റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ മറന്നുപോവുക. പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും, പക്ഷേ റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറന്നു പോവുക. ചോദിച്ച ചോദ്യം തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാ ഓർമ്മക്കുറവും ഡിമെൻഷ്യ അല്ല. ഡിമെൻഷ്യയ്ക്ക് അതിൻ്റേതായ ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇനി ഇത് ദൈനംദിന ജീവിതത്തെ എഫക്റ്റ് ആവുന്ന അളവിൽ, ബാധിക്കുന്ന അളവിൽ വരിക. പെരുമാറ്റത്തിലുണ്ടാകുന്ന വ്യത്യാസം, ഉത്കണ്ഠ, ഭയങ്കര ആകാംക്ഷ, ഭയം, ഹാലുസിനേഷൻസ്, അതായത് ഇല്ലാത്ത വ്യക്തിയോ ആളുകളെയോ കാണുന്നതായിട്ടോ കേൾക്കുന്നതായിട്ടോ തോന്നുന്നത്, ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഒരു വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ഇപ്പോൾ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് മനസ്സിലാവാണ്ടാവുക, മുന്നേ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, സ്ഥലകാല ബോധത്തിലുള്ള വ്യത്യാസം, ബോധമില്ലായ്മ, ഇതെല്ലാമാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. ഡിമെൻഷ്യ മൊത്തമായി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. പക്ഷേ ഡിമെൻഷ്യയുടെ പ്രശ്നങ്ങളെ സിംറ്റമാറ്റിക് കൺട്രോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മരുന്ന് വെച്ചിട്ട് നല്ലൊരളവിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ അസുഖം പുരോഗമിക്കാതിരിക്കുന്നതിനും അസുഖത്തിൻ്റെ സ്പീഡ് കുറച്ച് കുറയ്ക്കാനും ഒക്കെ മരുന്നുകൾ സഹായിക്കും. താങ്ക് യു. AR Super Specialty Hospital. Your health, our priority.